ഇറാനെ സമ്മർദ്ദത്തിലാക്കി സമാധാന കരാറിൽ എത്തിക്കാൻ ആക്രമണം കടുപ്പിച്ച അമേരിക്ക ഇറാനിലെ ഏറ്റവും നീളം കൂടിയ പാലം തകർത്തു. അവശേഷിക്കുന്ന എല്ലാം നശിപ്പിക്കുമെന്നും ഇന്ന് പാലമാണ് എങ്കിൽ നാളെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ഭീഷണി മുഴക്കി. ഇറാനിലെ പുതിയ ഭരണകൂടം ഉടൻ യുഎസുമായി ധാരണയിൽ എത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. چه صدا دیدی وقتی نزدیک میزنه اینجوریه صدا. چه صدا دیدی وقتی نزدیک میزنه اینجوریه صدا. അതേസമയം പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളും തുടരുകയാണ്. കുവൈറ്റിലെ എണ്ണ ശുദ്ധീകരണശാല ഇറാൻ ആക്രമിച്ചു. പ്രദേശത്ത് വൻ തീപിടുത്തമുണ്ടായി. ബഹ്റൈനിലെ ആമസോൺ ഡേറ്റാ സെന്ററും തകർത്തിട്ടുണ്ട്. ഒരു F-35 വിമാനം വെടിവെച്ചിട്ടു എന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇതിനിടെ ഹോർമോസ് കടലിടുക്ക് ഉടൻ തുറക്കണം എന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ സമർപ്പിച്ച പ്രമേയത്തിലെ വോട്ടെടുപ്പ് നാളേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, ഇറാനിലെ ഏറ്റവും നീളം കൂടിയ പാലം, ദൈർഘ്യമേറിയ പാലം തകർത്തിരിക്കുന്നു അമേരിക്ക. വരാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിർമ്മിതികളിൽ മേലുള്ള ആക്രമണം ആണ് എന്ന സൂചന കൂടിയാണോ അമേരിക്ക നൽകുന്നത്? ട്രംപ് കഴിഞ്ഞ ദിവസം തന്റെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുമായി ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തങ്ങൾ തള്ളിവിടും എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആക്രമണങ്ങളാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇറാനുള്ളിലെ മറ്റ് പാലം അടക്കമുള്ള മറ്റ് ജനജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ, ഇവയെല്ലാമാണ് നിലവിൽ അമേരിക്ക ആക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ആരോഗ്യ റിസർച്ച് സെന്റർ അത് അമേരിക്ക ആക്രമണത്തിലൂടെ തകർത്തിരുന്നു. നിരവധി അലുമിനിയം ഫാക്ടറികൾ ആക്രമിച്ച് തകർത്തു. അതുപോലെ ഇന്ന് ഇറാനിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു പാലമാണ് അമേരിക്ക ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഈ 2 ആക്രമണമാണ് ഈ പാലത്തിന് നേരെ ഉണ്ടായത്. ആദ്യ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ മറ്റു ചിലർക്ക് പരിക്കേൽക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇതിന്റെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ പുരോഗമിക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ആക്രമണം ഈ പാലത്തിന് നേരെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഏതാണ്ട് 95ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. 8 പേരുടെ മരണമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഇതിന്റെ മറുപടിയായി ഇറാൻ പശ്ചിമേഷ്യയിലെമ്പാടും തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും കുവൈറ്റിലുള്ള ഒരു ഓയിൽ റിഫൈനറിക്ക് നേരെ ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മേഖലയിൽ കടുത്ത തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിൽ മറ്റാർക്കും പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും സാഹചര്യം ഗുരുതരം തന്നെയാണ്. UAEക്ക് നേരെ വന്ന നിരവധി മിസൈലുകളടക്കം ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണവും ശക്തമാണ്. അതുപോലെ തന്നെ ബഹ്റൈനിലുള്ള ആമസോണിന്റെ ഒരു ഡേറ്റാ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിന് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചു. തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആമസോൺ ഡേറ്റാ സെന്റർ വഴി അമേരിക്കയിലേക്ക് ഈ രഹസ്യ വിവരങ്ങൾ ചോർത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതുപോലെ അമേരിക്കയുടെ ഒരു F-35 വിമാനം അത് വെടിവെച്ചിട്ടതായിട്ട് IRGC അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ ചില ദൃശ്യങ്ങളടക്കം അവർ തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി പങ്കുവെച്ചുകൊണ്ടാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്തരത്തിൽ ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഹോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിഷയത്തിൽ GCC രാജ്യങ്ങളുടെ പിന്തുണയോടെ ബഹ്റൈൻ UN-ൽ ഒരു പ്രമേയം സമർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രമേയത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ബഹ്റൈൻ സമർപ്പിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് ഈ ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള സുഗമമായിട്ടുള്ള യാത്ര ഉറപ്പാക്കുന്നതിനായി ഒരു സ്വയം പ്രതിരോധ മാർഗങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണം എന്നതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതായത് അജയ് ഈ സൂചിപ്പിക്കുന്ന പോലെ അതായത് ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികൾ ആകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനുമാണ്. അമേരിക്കയ്ക്കുള്ള മറുപടി എന്ന നിലയിലാണ് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ലോകരാജ്യങ്ങളിൽ ഈ യുദ്ധം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ ഉൽപ്പാദനം നടത്താൻ സാധിക്കുന്നില്ല. എണ്ണയെ മാത്രം ആശ്രയിച്ചാണ് ആ രാജ്യങ്ങളുടെ എല്ലാം സമ്പദ്ഘടന മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹോർമൂസിൽ വിലക്ക് വീഴ്ത്തുന്നത് കൃത്യമായും ഈ സാമ്പത്തികമായി ലോകക്രമത്തെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക. അതാണ് ഈ യുദ്ധത്തിൽ ഇറാന്റെ തന്ത്രം. അപ്പോൾ അതിന് മറുപടി കണ്ടെത്താൻ സാധിച്ചാൽ ഈ യുദ്ധം തുടർന്നാലും അത് മറ്റു ലോകരാജ്യങ്ങളെ വലിയ തോതിൽ ബാധിക്കാത്ത ഒന്നായി മാറും. ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയോ ഇറാനോ ഇതിൽ ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നില്ല. അവർ യുദ്ധം തുടരട്ടെ, മറ്റുള്ളവരുടെ സമ്പദ്ഘടനയെയോ ജീവിതത്തെയോ അത് ബാധിക്കാത്ത തരത്തിൽ സാഹചര്യം എത്തണം എന്നാണോ ഇപ്പോൾ മറ്റു ലോകരാഷ്ട്രങ്ങൾ ചിന്തിക്കുന്നത്? ട്രംപ് ഇന്നലെ എടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകൾക്കും ഒരു വളമിട്ടത്. അതായത് ട്രംപ് ഇന്നലെ തന്റെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത് അമേരിക്ക ഈ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം അതുവഴി ഗതാഗതം നടത്തുന്ന ഓരോ രാജ്യങ്ങൾക്കും ആണ് എന്നാണ് ട്രംപ് ഇന്നലെ തന്റെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹോർമുസിന്റെ സുരക്ഷയിൽ നിന്ന് അമേരിക്ക കൈകഴുകി ഒന്ന് പിൻവലിഞ്ഞ സാഹചര്യത്തിലാണ് മറ്റ് ലോകരാജ്യങ്ങൾ ഹോർമുസിന്റെ കാര്യം അത് കൂടുതൽ ഗൗരവമായി എടുക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം അത് UN-ന്റെ മുന്നോട്ട് വയ്ക്കുന്നു. ഈ ഒരു പ്രമേയത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ തങ്ങളുടെ ഷിപ്പുകൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു അനുമതി കൂടി ഈ ഒരു പ്രമേയത്തിൽ തേടിയിട്ടുണ്ട്. അതായത് തങ്ങൾക്ക് നേരെ ആക്രമിച്ചാൽ തിരിച്ചാക്രമണം, അതായത് സ്വയം പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് തിരിച്ചാക്രമിക്കാനുള്ള അനുമതി കൂടി ഈ രാജ്യങ്ങൾ തേടുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു എതിർപ്പായിട്ട് വരാൻ സാധ്യതയുള്ളത് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി പ്രത്യേക നീക്കവും ഇവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് സൗദി ഭരണാധികാരി ഉൾപ്പെടെ നിലവിൽ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ ചില GCC രാജ്യങ്ങൾ നീക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വോട്ടെടുപ്പിലേക്ക് വരുമ്പോൾ യാതൊരുവിധ പ്രതിരോധവും ഇതിനില്ലാതെ ഈ ഒരു പ്രമേയം എങ്ങനെയെങ്കിലും പാസ്സാക്കിയെടുക്കുക, അത് തന്നെയാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 40ഓളം രാജ്യങ്ങൾ ഒരു പ്രത്യേക യോഗവും ഈ ഹോർമുസ് വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ ഒരു യോഗത്തിന് പിന്നാലെ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഒരു പ്രമേയം കൂടി ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ പ്രമേയത്തിൽ ഇന്ത്യയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ തുറക്കണം, ഈ മേഖലയിലൂടെ സുഗമമായിട്ടുള്ള യാത്ര ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യ എടുത്തു പറയുന്നു. അതേസമയം ഇറാനുമായി എന്തെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതിലൊരിക്കലും ഇന്ത്യ പങ്കാളിയാകില്ല എന്നും വിക്രം മിശ്രി അറിയിച്ചിട്ടുണ്ട്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന്റെ ഒരു നില നമ്മൾ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗതാഗതത്തിൽ മുൻപത്തെ ദിവസങ്ങളെക്കാൾ കുറച്ചുകൂടി കൂടുതൽ കപ്പലുകൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്നാണ് അൽ ജസീറ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു ബുധനാഴ്ച കടന്നുപോയത് 16 കപ്പലുകളാണ് ഈ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കപ്പലുകൾ മേഖലയിലൂടെ കടന്നു പോകുന്നത് തീർത്തും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ ഒരു ദിവസം 130 കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയിരുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. യെസ്, അതാണ് 130 കപ്പലുകൾ പ്രതിദിനം കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്ക് ആണ് അടച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക സമ്പദ്ഘടനയെ അത് പ്രതികൂലമായി ബാധിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഏതാണ്ട് പകുതിയോളം രാജ്യങ്ങൾ ഈ കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്ത് അല്ലെങ്കിൽ എണ്ണപ്പാതയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. അതിനുള്ള പരിഹാര മാർഗം കൂടിയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്.